നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ കീബോർഡിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. സാധാരണ നമ്മൾ ഒരുപാട് കീബോർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡാണ് ഗൂഗിളിൻ്റെ ജി ബോർഡ് എന്നുള്ള കീബോർഡ്. വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള കീബോർഡാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കീബോർഡിനകത്തുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കാണാൻ സാധിക്കും ഉപയോഗിക്കുന്ന കീബോർഡ് ഇതാണ്. ഗൂഗിളിൻ്റെ ജി ബോർഡ് എന്നുള്ള കീബോർഡാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന വളരെയധികം ഫീച്ചറുകളുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കീബോർഡാണ്. ഇതിനകത്തുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം. ഈ ടിപ്സ് പരിശോധിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിളിനകത്ത് ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ഗൂഗിളിനകത്ത് എന്തെങ്കിലും ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫോട്ടോ എനിക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിളിൽ നിന്ന് ഏത് ഫോട്ടോ ആണോ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഫോട്ടോ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഫോട്ടോയിൽ നിന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കോപ്പി ഇമേജ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, നമ്മൾ ഒരിക്കലും ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ് ഗൂഗിളിൻ്റെ ജി ബോർഡ് ആണെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. പിന്നെ നമ്മൾ കീബോർഡിൽ വരിക. കീബോർഡിൽ വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, നമ്മുടെ ഗാലറിയിൽ ഈ ഫോട്ടോ ഇല്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഫോട്ടോ ജസ്റ്റ് കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കീബോർഡിലേക്ക് വന്നാൽ ആ ഇമേജ് ഇവിടെ കാണാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കും. അത് കീബോർഡിൽ നമ്മൾ ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട ഫോട്ടോകൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾ വാട്സപ്പിലാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ കീബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ആ കീബോർഡിനകത്ത് നിങ്ങൾക്ക് ആ ഇമേജ് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഒരുപാട് ടിപ്സ് ഇതിനകത്തുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. ഇനി ആവശ്യമാണെങ്കിൽ കൂടുതൽ ടിപ്സുകൾ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.